അപടക്കണ ചാള അപടക്കണ ചാള അപടക്കണ ചാള അവര് കുക്കിംഗ് വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തകർപ്പൻ വിഭവമാണ്. കണ്ട ഫിഷ് 19 ഫിഷ് ഉണ്ട്. ഫിഷ് നമ്മൾ അടിപൊളിയായിട്ട് 3 തരം മസാല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റീം ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് കുക്കിംഗ് വൈബ് സ്റ്റൈലിൽ തകർപ്പനായിട്ട് ഫിഷ് സ്റ്റീം ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം കണ്ടത് തിങ്കളാഴ്ച, പിന്നെ കണ്ടത് ചൊവ്വാഴ്ച, പിന്നെ കണ്ടത് ബുധനാഴ്ച. മീനെ, ആദ്യം കണ്ടത് തിങ്കളാഴ്ച. അച്ഛൻ കാത്ത് 7 ദിവസം കൊണ്ടൊക്കെ നിർത്തിയായി. ഇല്ലെങ്കിൽ ഒരു കൊല്ലം മുഴുവൻ പിന്നെ കണ്ട് എന്നാവും. അപ്പേ നമ്മളെ മീന് വരട്ട് വൃത്തിയാക്കി ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കഴുകിയെടുക്കാം. നമ്മൾ ആദ്യത്തെ മസാല നമ്മൾ കൂട്ടണം. അതിനാദ്യം മല്ലിച്ചപ്പ് അരച്ചെടുത്തത്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ച മസാലയിൽ പച്ചമുളക് അരച്ചത്, പെരിഞ്ചീരകം, നല്ല ജീരകം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പഴത്തിൻ്റെ ഇലയിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. സാൻഡ്വിച്ച് പൊതിയണ മാതിരി പൊതിഞ്ഞെടുത്തിട്ട് സ്റ്റീമഡ് ഫിഷിൻ്റെ അടുത്ത മസാല കുറച്ച് എരിവിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചുവന്ന കാശ്മീർ ചില്ലിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയുടെ പൗഡറും ജീരകത്തിൻ്റെ പൗഡറും ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് മസാല സ്പൈസി അല്ലാത്ത കുറച്ച് ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. നമ്മൾ യെല്ലോ കളർ മസാലയാണ് അടുത്തത്. തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് മസാല വെറൈറ്റി മസാല. മസാല ഇറങ്ങിയാലേ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കിട്ടുള്ളൂ. ഗ്രീൻ മസാല ചേർത്ത ഫിഷ് അടിയിൽ വെച്ച് കൊടുക്കുക. തൈര് കൂട്ടിയിട്ടുള്ള മസാല. അപ്പോൾ ഇത് ഏറ്റവും മേലെയാണ് വെക്കുന്നത്. അടിയിൽ മാത്രമാണ് ഫോയിൽ, കാരണം അടിയിലാണ് കുറച്ച് വേവ് ചൂട് കൂടുതൽ അടിക്കുക.
അടിപൊളി വെന്തിട്ട് നമുക്കിതേ പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ മേലെ വെക്കാം. ഓരോ ഫ്ലവറേ ഇതിൻ്റെ മേലെ വെച്ചേക്കണേ നമ്മൾ തൈരിൻ്റെ അല്ലേ. ഇതാണ് ഗ്രീന് ആയിട്ട് അത്തിപ്പഴത്തിൻ്റെ ഇലയിലാണ്, അത്തിമരത്തിൻ്റെ ഇല. ഈ മസാല കൂട്ടിയിട്ട് അയവാ മീൻ തട്ടാ തോണ്ടെങ്കിൽ കൂടെ പൊന്നു. ഇത് നമ്മുടെ എന്ത് ചൂടായിട്ടാണ്. ഇത് മിക്കവാറും നമ്മുടെ ഗ്രീനായി കയറും. ഇത് നമ്മുടെ പച്ച മസാല ഗ്രീന്, ഇത് റെഡ്, ഇത് നമ്മുടെ തൈര് കൂട്ടിയിട്ടുള്ള യെല്ലോ കളറിൽ. ഇത് റെഡ്, ഇത് യെല്ലോ, ഇത് ഗ്രീന്. അപ്പോൾ നമുക്ക് ഓരോന്നിനും ടേസ്റ്റ് നോക്കി വെക്കാം. ബിസ്മില്ലാ. എന്തില്ലേ അടിപൊളിയുണ്ട് കേട്ടോ. അത് വേറെ ലെവൽ കേട്ടോ. ഈ റെഡ് നമ്മുടെ മെയിൻ സാധനം സൂപ്പറായിട്ടുണ്ടെന്ന് നമ്മുടെ ഗസ്റ്റ് നമ്മുടെ ഇന്ന് ടേസ്റ്റ് നോക്കാൻ വന്ന ജെസ്സി തന്നെ പറഞ്ഞേക്കണ്. അപ്പോൾ ജെസ്സി നല്ലൊരു വോളിബോൾ പ്ലെയറാണ്, അടിപൊളി വോളിബോൾ പ്ലെയറാണ്. മലപ്പുറം ജില്ലാ ടീമിനൊക്കെ കളിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിന് കളിച്ചില്ല, ജില്ലാ ടീമിനൊക്കെ കളിച്ച പ്ലെയറാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തകർപ്പൻ കുക്കിങ്ങുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും